ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അബ്സോർഷൻ സ്പെക്ട്ര, എമിഷൻ സ്പെക്ട്ര, ബിയർ-ലാംബേർട്ട്സ് ലോ, അതിൻ്റെ ആപ്ലിക്കേഷൻ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് അബ്സോർഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴാണ് എന്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? അബ്സോർഷൻ സ്പെക്ട്ര ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് ഒരിക്കലും സ്റ്റേബിൾ അല്ല. അത് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി എനർജി റിലീസ് ചെയ്തുകൊണ്ട് നേരെ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോയിരുന്നു. അപ്പോഴുണ്ടാകുന്ന ആണ് ഏത്? എമിഷൻ സ്പെക്ട്ര. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക് സ്പെക്ട്രയും അല്ലെങ്കിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് UV വിസിബിൾ റീജിയണിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ട്രാൻസിഷൻ ചെയ്യുന്നത്. ഇലക്ട്രോൺസ് UV വിസിബിൾ റീജിയണിൽ നിന്ന് ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക് എനർജി ലെവൽ അവിടെ നടക്കുന്നത്. ഇലക്ട്രോണിക് എനർജി ലെവലാണ് അവിടെ ഉള്ളത്. ഇലക്ട്രോണിക് എനർജി ലെവലിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ലോവർ ഇലക്ട്രോണിക് എനർജി ലെവലിൽ നിന്ന് ഹയർ ഇലക്ട്രോണിക് എനർജി ലെവലിലോട്ട് പോകുമ്പോഴാണ് അവിടെ അബ്സോർഷൻ സ്പെക്ട്ര ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നേരെ തിരിച്ചു വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? എമിഷൻ സ്പെക്ട്ര ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് UV വിസിബിൾ റീജിയണിൽ നിന്ന്, അതായത് UV വിസിബിൾ റീജിയണിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ആറ്റല്ല, ഇവിടെ ഇലക്ട്രോൺസ് ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്നത്. ഇവിടുത്തെ എനർജി ലെവൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് എനർജി ലെവൽസാണ്. ഇലക്ട്രോണിക്കിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റും ഇലക്ട്രോണിക്കിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റും വരുന്നത്. ഇലക്ട്രോണിക്കിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റും ഇലക്ട്രോണിക്കിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റും എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്ന, ട്രാൻസിഷൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? അബ്സോർഷൻ സ്പെക്ട്ര. അതേസമയം ആ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ അല്ല. അത് നേരെ എനർജി റിലീസ് ചെയ്തുകൊണ്ട്, അതായത് എനർജി UV വിസിബിൾ റീജിയനിൽ നിന്ന് അബ്സോർബ് ചെയ്ത എനർജി റിലീസ് ചെയ്തുകൊണ്ട് നേരെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. അപ്പോഴാണ് എമിഷൻ സ്പെക്ട്ര ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോണിക് സ്പെക്ട്ര ഓഫ് ദ മോളിക്യൂൾ എറൈസസ് വെൻ ഇലക്ട്രോൺസ് ഓഫ് ദ മോളിക്യൂൾ ആർ എക്സൈറ്റഡ് ഫ്രം ദ ലോവർ ഇലക്ട്രോണിക് എനർജി ലെവൽ ടു ഹയർ ഇലക്ട്രോണിക് എനർജി ലെവൽ or vice versa by the absorption or emission of radiation. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? അബ്സോർപ്ഷൻ സ്പെക്ട്രയും എമിഷൻ സ്പെക്ട്രയും. ഇത് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോണിക് എനർജി ലെവൽ ഈസ് ലാർജ് സോ ദാറ്റ് ദ സ്പെക്ട്രം ഈസ് യൂഷ്വലി ഒക്വർ ഇൻ ദ UV വിസിബിൾ റീജിയൻ. ഇതിൻ്റെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോണിക് എനർജി ലെവൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഗ്യാപ്പ് ഉണ്ടായിരിക്കും, ലാർജ് ആയിരിക്കും. അതുകൊണ്ട് അതെന്തായിരിക്കും? UV വിസിബിൾ റീജിയനിലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൈ. ഇതെപ്പോഴും നമുക്ക് എക്സാമിന് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. വൈ ഇലക്ട്രോണിക് സ്പെക്ട്ര ബ്രോഡ് ഇൻ നേച്ചർ? ഇലക്ട്രോണിക് സ്പെക്ട്ര ബ്രോഡ് ഇൻ നേച്ചർ ആകാൻ കാരണം എന്താണ്? ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോണിക് സ്പെക്ട്ര എന്ന് പറയുന്നത് വിച്ച് കണ്ടെയ്ൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എനർജി ലെവൽ കണ്ടെയ്ൻസ് വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ എനർജി. അതായത് ഇലക്ട്രോണിക് എനർജി ലെവലിന് നല്ല ഗ്യാപ്പ് ഉള്ളതാണ്, ലാർജ് ഗ്യാപ്പ് ഉള്ളതാണ്. ആ ഇലക്ട്രോണിക് എനർജി ലെവൽ, ഇത് എനർജി വൈ ആക്സിസ് എനർജി എന്ന് പറയുന്നത് ഇത് ഇലക്ട്രോണിക് എനർജി ലെവൽ. ഈ ഇലക്ട്രോണിക് എനർജി ലെവലിൽ ഇതെല്ലാം ഇലക്ട്രോണിക് എനർജി ലെവലാണ്. E3, E1, E2, E3. ഓക്കെ, ഈ ഇലക്ട്രോണിക് എനർജി ലെവലിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് വൈബ്രേഷണൽ എനർജി ലെവൽ. ഏതൊക്കെയാണ്? വൈബ്രേഷണൽ എനർജി ലെവൽ. അതെന്ന് പറയുന്നത് അത്രയും ഇതുണ്ടാകത്തില്ല. വൈബ്രേഷണൽ എനർജി ലെവൽ V1, V2, V3, V4. ഇനി ഈ V1ൻ്റെയും V2ൻ്റെയും ഒക്കെ ഇടയ്ക്ക് വരുന്നതാണ് റൊട്ടേഷണൽ എനർജി ലെവൽ. ഓക്കെ, അതിന് ഗ്യാപ്പ് ഒട്ടുമില്ല. റൊട്ടേഷണൽ എനർജി ലെവൽ R1, R2, R3 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈച്ച് ഇലക്ട്രോണിക് എനർജി ലെവൽ കണ്ടെയ്ൻ ഡിഫറെൻറ്റ് വൈബ്രേഷണൽ എനർജി ലെവൽ ആൻഡ് ഫർദർ ഈച്ച് വൈബ്രേഷണൽ എനർജി ലെവൽ കംപ്രൈസസ് വിത്ത് അല്ലെങ്കിൽ ഓഫ് ഡിഫറെൻറ്റ് റൊട്ടേഷണൽ എനർജി ലെവൽസ് അല്ലേ. അതായത് ഇലക്ട്രോണിക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആർ associated with the vibrational and rotational
ട്രാൻസിഷൻ. സോ ദ ഇലക്ട്രോണിക് സ്പെക്ട്ര ഈസ് ബ്രോഡ് ഇൻ നേച്ചർ. ഇത്ര എഴുതാൻ എളുപ്പമാണ്. അതായത് വൈ ഇലക്ട്രോണിക് സ്പെക്ട്ര ബ്രോഡ് ഇൻ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ സെൻറ്റൻസ് എഴുതിയാലും ഒരു കുഴപ്പമില്ല. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് വൈബ്രേഷൻ ആൻഡ് റൊട്ടേഷണൽ ട്രാൻസിഷൻ. സോ ദ ഇലക്ട്രോണിക് സ്പെക്ട്ര ഈസ് ബ്രോഡ് ഇൻ നേച്ചർ. എന്നിട്ട് ഈ എനർജി ലെവൽ ഡയഗ്രാം കൂടെ വരച്ചു വെക്കുക. ഓക്കെ, ലോവർ എനർജി, ഹയർ എനർജി എന്നുള്ളതും കൂടെ കൊടുക്കുക. അതായത് ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് E0 ആണ്. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരുന്നതാണ്. ഇത് ഇലക്ട്രോണിക് എനർജി ലെവൽ. അത് കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്? അതിൻ്റെ ഇടയിലാണ് വൈബ്രേഷൻ. ഈ അതിൻ്റെ ചെറുതെല്ലാം വൈബ്രേഷനാണ്. അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഏത് വരുന്നത്? റൊട്ടേഷണൽ എനർജി ലെവൽ. അതായത് എങ്ങനെയാണ് വരുന്നത്? അതായത് ഈച്ച് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് വൈബ്രേഷണൽ ട്രാൻസിഷൻ ആൻഡ് റൊട്ടേഷണൽ ട്രാൻസിഷൻസ്. സോ ഇലക്ട്രോണിക് സ്പെക്ട്ര ബ്രോഡ് ഇൻ നേച്ചർ. ഓക്കെ, ഇനി അടുത്ത ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ. അതായത് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് വരുന്നത് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഒക്കെ പറയുമ്പോൾ സിഗ്മ ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, എം ടു സിഗ്മ സ്റ്റാർ, എൻ ടു പൈ സ്റ്റാർ. ഓക്കെ, അതായത് നമുക്കിത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ. ഇലക്ട്രോൺസിൻ്റെ അകത്ത് നടക്കുന്ന ട്രാൻസിഷൻസ് ആണ് ഏതെന്ന് പറയുന്നത്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ. അതായത് സിഗ്മ ബോണ്ടിങ്. അതായത് ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ട്രാൻസിഷനാണ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. അതേസമയം പൈ ബോണ്ട് ഉണ്ട് എങ്കിൽ അതിൻ്റെ അകത്ത് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷനും ഉണ്ട്, പൈ ടു പൈ സ്റ്റാർ. അതായത് പൈ ബോണ്ട് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട്. ഓക്കെ, അതായത് ഇപ്പം CH3 സിംഗിൾ ബോണ്ട് CH3 ആണ് ഈ കോമ്പൗണ്ട്. അതായത് ഈഥെയിൻ്റെ ഈ കോമ്പൗണ്ടിനകത്ത് വരുന്ന ട്രാൻസിഷൻ. അതായത് ഇതിൻ്റെ അകത്ത് ഒരൊറ്റ ഇത് മാത്രമേ വരുന്നുള്ളൂ, ഒരൊറ്റ ബോണ്ടേ വരുന്നുള്ളൂ. അങ്ങനെ വരുന്ന ട്രാൻസിഷനാണ് എന്താന്ന് പറയുന്നത്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. അതേസമയം പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. CH2 ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും വരുന്നത്? ഇതിനകത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്. അതായത് ഇത്രയും ഓർത്താൽ മതി. ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് സിംഗിൾ ബോണ്ട്, അതായത് ഇതിൻ്റെ അകത്ത് ഡബിൾ ബോണ്ട് ആണ് എങ്കിൽ ഇവിടുത്തെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷനാണ് വരുന്നത്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷനും, പൈ ബോണ്ട് ആണ് എങ്കിൽ പൈ ബോണ്ട് അല്ല ഡബിൾ ബോണ്ട് ആണ് എങ്കിൽ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷനും. അതുപോലെ തന്നെ ഈ പൈ ബോണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രണ്ട് സിംഗിൾ ബോണ്ട് കൂടിച്ചേരുമ്പോഴാണ് പൈ ബോണ്ട് ഉണ്ടാകുക, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സിംഗിൾ ബോണ്ടിൻ്റെ ട്രാൻസിഷൻ ഏതാ വരുന്നത്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. ഓക്കെ, അപ്പോൾ ഈ കോമ്പൗണ്ടിനകത്ത് ഈദി എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്ത് ഏതൊക്കെ ട്രാൻസിഷനുണ്ട്? പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷനും ഉണ്ട്, സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷനും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നോൺ ബോണ്ടിങ്. അതായത് നൈട്രജൻ, ഓക്സിജൻ, സൾഫറൊക്കെ വരുന്ന കോമ്പൗണ്ട് ഉണ്ട് എങ്കിൽ അതിനകത്ത് സിംഗിൾ ബോണ്ടുമാണ് വരുന്നതെങ്കിൽ അങ്ങനെ ഏതായിരിക്കും ഇത് വരുന്നത്? ട്രാൻസിഷൻ എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷനാണ് അവിടെ വരുന്നത്. അതായത് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആർ എക്സൈറ്റഡ് ടു സിഗ്മ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ്. അതുപോലെ തന്നെ പൈ സ്റ്റാറും അതുപോലെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഓക്സിജൻ, സൾഫർ, നൈട്രജനൊക്കെ ആണ് എങ്കിൽ അതിൻ്റെ ഡബിൾ ബോണ്ടും കൂടെ കൂടിയാണ് വരുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും? എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷനും കൂടെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതായത് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആർ എക്സൈറ്റഡ് ടു പൈ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ. അതായത് കാർബൺ C ഡബിൾ ബോണ്ട് O ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസിഷൻ എനർജി ലെവൽ ഡയഗ്രാം കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ട്രാൻസിഷൻ എങ്ങനെയാണെന്നുള്ളത്. അതായത് നമുക്ക് സാധാരണ മോളിക്യൂളിലൊക്കെ ട്രാൻസിഷൻ, അതായത് 1-2 മോളിക്യൂൾസിലൊക്കെ N2 അല്ലെങ്കിൽ പൈ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷനും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. സാധാരണ അല്ലെങ്കിൽ സിഗ്മ ടു പൈ സ്റ്റാർ ട്രാൻസിഷനൊക്കെ സംഭവിക്കാം. സാധാരണഗതിയിലുള്ള കോമ്പൗണ്ടുകളിലൊക്കെ എങ്ങനെയാണ് ട്രാൻസിഷൻ വരുന്നത്? N2 പൈ സ്റ്റാർ, അതായത് സിഗ്മ ടു, ആദ്യമത്തെ ഏതാണ്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ വരുന്നുണ്ട് അല്ലേ? അതിൻ്റെ എനർജിയുടെ ഇതനുസരിച്ച് നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും എനർജി കൂടുതൽ ആർക്കാണ് വരുന്നത്? ഇത് എനർജിയുടെ
ഏറ്റവും എനർജി കൂടുതൽ ആർക്കാണ് വരുന്നത്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. അപ്പോൾ മോസ്റ്റ് ഗ്രേറ്റർ ദാൻ, എനർജിയുടെ ഇതനുസരിച്ച് ഗ്രേറ്റർ ദാൻ. പിന്നെ അടുത്തത് ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ സിഗ്മ ആദ്യം എഴുതുന്നതുകൊണ്ട് ആദ്യമേ തന്നെ സിഗ്മ എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏത് കൊടുക്കുക? ഈസ് ഗ്രേറ്റർ ദാൻ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഏത് ട്രാൻസിഷനാണ്? എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷനാണ് ഏറ്റവും ലാസ്റ്റ്. അത് എനർജി കുറഞ്ഞ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, എനർജി കുറഞ്ഞ ട്രാൻസിഷൻ എന്ന് പറയുന്നത് എൻ ടു പൈ സ്റ്റാർ ആണ്. അത് കഴിഞ്ഞ് പൈ ടു പൈ സ്റ്റാർ എഴുതുക, ദെൻ എൻ ടു സിഗ്മ സ്റ്റാർ എഴുതുക, ദെൻ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും കൂടിയത് ഏറ്റവും കുറവ് ഏതാണ്? ഏറ്റവും കൂടിയത് സിഗ്മ ടു സിഗ്മ സ്റ്റാറും ഏറ്റവും കുറഞ്ഞത് എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷനും. ഓക്കെ, അപ്പം സിഗ്മ ടു സിഗ്മ സ്റ്റാർ. ഓക്കെ, സ്റ്റാർന്ന് ഇതേക്കുന്നതല്ല, അങ്ങനെയാണ് സിഗ്മ സ്റ്റാർന്ന് കേട്ടോ. അതായത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഈ രണ്ടെണ്ണം, ബോണ്ടിങ് സിഗ്മയും ആൻറ്റി ബോണ്ടിങ് പൈയും. അതേസമയം നോൺ ബോണ്ടിങ് എന്ന് പറയുന്നത് ബോണ്ടിങ് ഇല്ലാത്ത, ആൻറ്റി ബോണ്ടിങ് എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പൈ സ്റ്റാറും സിഗ്മ സ്റ്റാറും. ഓക്കെ, ഇനി ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. അതായത് ഇത്രയേ ഉള്ളൂ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് നമുക്ക്. അതായത് ഇൻസ്ട്രുമെൻറ്റേഷനകത്ത് വേണ്ടത് ഒരു സോഴ്സ്, റേഡിയേഷൻ സോഴ്സ് ഉണ്ടാകും. നമ്മൾ ടങ്സ്റ്റൺ ഫിലമെൻറ്റോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലാമ്പോ ആയിരിക്കും വെച്ചിരിക്കുന്നത്, യൂസ് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് വേവ് ലെങ്ത് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് 200 to 780 നാനോമീറ്ററിലുള്ള വേവ് ലെങ്ത് ആണ് അതിന് റേഞ്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സോഴ്സ് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹൈഡ്രജനാണ്, ലാമ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത ഇതെന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ ലാമ്പിൽ നിന്ന് നേരെ റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് നേരെ ചെല്ലുന്നത് മൊണോക്രോമേറ്ററിലോട്ടാണ്. ഈ മൊണോക്രോമേറ്റർ എന്ന് പറയുന്നത് വേവ് ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യുക, വേവ് ലെങ്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് മൊണോക്രോമേറ്റർ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിൽറ്ററും ഉണ്ട്. ഫിൽറ്റർ എന്ന് പറയുന്നത് അതിനെ നാരോ ടു ഐസൊലേറ്റ് എ നാരോ ബാൻഡ് ഓഫ് വേവ് ലെങ്ത് ഫ്രം ദ റേഡിയേഷൻ സോഴ്സ് അല്ലേ. പിന്നെ അടുത്ത ഏതാ? സാമ്പിൾ ഹോൾഡർ. ഇതിൻ്റെ അകത്ത് രണ്ട് ഹോൾഡറുണ്ട്, ടെസ്റ്റ് ട്യൂബ് പോലെയുണ്ട്, അല്ലെങ്കിൽ ക്യുവറ്റ എന്ന് നമ്മൾ പറയും. അതിൻ്റെ അകത്ത് രണ്ട് ക്യുവറ്റയുണ്ട്. അതായത് ഒരെണ്ണത്തിനകത്ത് റെഫറൻസും വെച്ചിരിക്കുന്നു, ഒരെണ്ണിൻ്റെ അകത്ത് സാമ്പിളും വെച്ചിരിക്കുന്നത്. ഈ റെഫറൻസ് എന്ന് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും സോൾവൻ്റ് ആയിരിക്കാം, ഹെക്സേൻ, അതുപോലെ എന്തെങ്കിലും ഇനേർട്ടായിട്ടുള്ള സോൾവൻ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഒരെണ്ണത്തിനകത്ത് സോൾവൻ്റ് പ്ലസ് സാമ്പിളും വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇതിനകത്ത് നമ്മൾ നേരെ ചെല്ലുമ്പോഴത്തെ, അതായത് നോക്കിയേ, ദ മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഡബിൾ ബീം റെക്കോർഡിംഗ് സ്പെക്ട്രോമീറ്റർ ഇൻ വിച്ച് ദ ലൈറ്റ് ബീം പാസ് അല്ലെ ലൈറ്റ് ഫ്രം ദ സോഴ്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ഐഡൻറ്റിക്കൽ പാരലൽ ബീംസ് ഈക്വൽ ഇൻറ്റൻസിറ്റി. ഓക്കെ, ദീസ് ബീംസ് ആർ അലൗഡ് ടു പാസ് ദ സാമ്പിൾ സെൽ ആൻഡ് റെഫറൻസ് സെൽ കണ്ടെയ്നിങ് ദ സോൾവെൻറ്റ്. സാമ്പിളിൻ്റെ അകത്ത് സാമ്പിളും ഉണ്ട്. അതായത് സാമ്പിൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് സാമ്പിളും സോൾവെൻറ്റും കൂടിയാണ് വെച്ചിരിക്കുന്നത്. സോൾവെൻറ്റിൻ്റെ അകത്ത് സോൾവെൻറ്റ് മാത്രമായിരിക്കും വെച്ചിരിക്കുന്നത്. ഇനി ഡിറ്റക്ടർ എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷന് അപ്പുറം ഡയഗ്രമായിട്ട് കിടപ്പുണ്ട്, അതേ നോക്കി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡിറ്റക്ടർ എന്ന് പറയുന്നത്, അതായത് ഈ ലൈറ്റ് എന്ന് പറയുന്നത് നേരെ ദ 2 beams ആർ എമർജിങ് ഫ്രം ദ സാമ്പിൾ സെൽ ആൻഡ് ദ അതർ ഫ്രം ദ റെഫറൻസ് സെൽ ആർ ദെൻ ലീഡ് ടു ഡിറ്റക്ടർ സിസ്റ്റം. ആ ഡിറ്റക്ടർ നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമുക്ക് ഗ്രാഫായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റെക്കോർഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നോക്കിയേ, ഇത് ഡിറ്റക്ടർ ട്രാൻസ്മിറ്റ് ദ സിഗ്നൽ ടു എ റെക്കോർഡർ വിച്ച് ഗീവ്സ് ദ ഔട്ട്പുട്ട് ദ ഐദർ, അതായത് വീഡിയോ സ്ക്രീനിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ സിഗ്നൽ കിട്ടുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അതായത് ലൈറ്റ് സോഴ്സ്, ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് സോഴ്സ് നമ്മൾ ഏതാ ഹൈഡ്രജൻ ലാമ്പായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ലാമ്പ്. അടുത്ത മൊണോക്രോമേറ്റർ എന്ന് പറയുന്നത് മൊണോക്രോമേറ്ററിൻ്റെ യൂസ് എന്ന് പറയുന്നത് വേവ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹൈഡ്രജൻ ലാമ്പിൻ്റെ വേവ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. വേവ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നേരെ ചെല്ലുന്നത് മിററിലോട്ടാണ്. അതായത് മിററിൽ ചെന്നാലേ ഉള്ളൂ. അതായത് ഒരു ഐഡൻറ്റിക്കൽ ബീമായിട്ട് ഫിൽറ്ററിൽ കൂടെ നേരെ ചെല്ലുന്ന ഏതിലോട്ടാണ്? മിററിലോട്ടാണ് ചെല്ലുന്നത്. ആ മിററിൽ ചെന്ന് കഴിയുമ്പോൾ ഈ റേഡിയേഷൻ ലൈറ്റ് എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരെണ്ണം ഇതിലും തട്ടും, ഒരെണ്ണം ഇതിൽ കൂടെ കടന്നു പോകും. 2 ഐഡൻറ്റിക്കൽ ബീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും.
സ്പ്ലിറ്റ് ചെയ്തിട്ട് നേരെ ഒരെണ്ണം ചെല്ലുന്നത് സാമ്പിളിലോട്ട് ചെല്ലും, ഒരെണ്ണം റെഫറൻസിലോട്ടും ചെല്ലും. സാമ്പിള് പിന്നെ ഏതാ ഉള്ളത്? റെഫറൻസ്. ഓക്കെ, സാമ്പിള് റെഫറൻസ് നേരെ തിരിച്ച് എഴുതിയാലും ഒരു കുഴപ്പമില്ല. സാമ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് സാമ്പിളും റെഫറൻസും കൂടെ കൂടിയായിരിക്കും വന്നിരിക്കുന്നത്. റെഫറൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും സോൾവെൻറ്റ് മാത്രമായിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് കടന്ന് ചെല്ലുക എന്ന് പറയാം. അതായത് സാമ്പിളിനകത്തോട്ട് ലൈറ്റ് ചെല്ലുന്നുണ്ട്, റെഫറൻസിനകത്തോട്ട് ലൈറ്റ് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പിളിനകത്തോട്ട് ലൈറ്റ് ചെല്ലുക എന്ന് പറയുമ്പോൾ അതായത് ഒരേ ഇൻറ്റൻസിറ്റിയിലായിരിക്കും ലൈറ്റ് ചെല്ലുന്നത് അല്ലേ. ഒരേ ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ 100% ലൈറ്റ് അകത്തോട്ട് കടന്നു ചെല്ലുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സോൾവെൻ്റ് ആണ്, അതായത് ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട്, അതായത് ഇൻറ്റൻസിറ്റി രണ്ടും 100% ആണ്, അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് 100% ചെല്ലുന്നു. അത് നേരെ തിരിഞ്ഞിറങ്ങുന്നത് ട്രാൻസ്മിറ്റ് I0 എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ റെഫറൻസിൻ്റെ IR എന്ന് കൊടുക്കുക അല്ലേ. IR I0 R എന്ന് കൊടുക്കാം, I0 സാമ്പിളും കൊടുക്കുക. അത് രണ്ടും സെയിമാണ്, ഒരേ ഇൻറ്റൻസിറ്റിയിലുള്ളതാണ് പോകുന്നത്. അത് രണ്ടും എങ്ങനെയാണ് ഒരെണ്ണം സാമ്പിളിൽ കൂടെ കടന്നു പോകും, ഒരു ലൈറ്റ് റെഫറൻസിൽ കൂടെ കടന്നു പോകും. അതായത് ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് മൊണോക്രോമേറ്ററിലെത്തി വേവ് ലെങ്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അത് നേരെ ഒരു മിററിലോട്ട് ചെന്ന് തട്ടുന്നു. ബീം സ്പ്ലിറ്റർ എന്നാണ് പറയുന്നത്. അത് സ്പ്ലിറ്റ് ചെയ്തു. ഇതിവിടെ ബീം സ്പ്ലിറ്ററാണ് കൊടുത്തിരിക്കുന്നത്, ബീം സ്പ്ലിറ്റർ. ഈ ബീം സ്പ്ലിറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ 2 ഐഡൻറ്റിക്കൽ ബീമായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരെണ്ണം നേരെ സാമ്പിളിലോട്ടും ഒരെണ്ണം നേരെ റെഫറൻസിലോട്ടും. ഇനി സാമ്പിളിൽ ചെന്നിട്ട് ഇറങ്ങി വരുന്ന ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആണോ കുറവ്, അതോ റെഫറൻസിൽ കൂടി കടന്നു പോയിട്ട് ഇറങ്ങി വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആണോ കൂടുതൽ കുറവ് എന്നുള്ളത് നോക്കുക. അതായത് റെഫറൻസിൽ കൂടി കടന്നിട്ട്, അതായത് ഈ റെഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. സാമ്പിളിൻ്റെ അകത്താണെങ്കിൽ സാമ്പിൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട സാമ്പിളിൻ്റെ പ്യൂരിറ്റി ആണോ കോൺസെൻട്രേഷൻ ആണോ എന്താണോ കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ആ സാമ്പിളും ഉണ്ടായിരിക്കും പ്ലസ് സോൾവെൻറ്റും ഉണ്ടായിരിക്കും അല്ലേ. സോൾവെൻറ്റ് ഈ റോസ് കളറിൽ കാണിച്ചിരിക്കുന്നത്, ഓക്കെ, ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നതിനകത്ത് ഉള്ളി സോൾവെൻറ്റ് മാത്രം. അപ്പം സാമ്പിള് പ്ലസ് സോൾവെൻറ്റ് പറയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ മോളിക്യൂൾസിൻ്റെ എണ്ണത്തെക്കാട്ടിലും മാത്രമുള്ളതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പം ലൈറ്റിനെ കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് സോൾവെൻറ്റിനകത്തുള്ള അല്ലേ, സോൾവെൻറ്റ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന സാമ്പിൾ പ്ലസ് സോൾവെൻറ്റിനകത്തുള്ള സാമ്പിൾ പ്ലസ്, അതായത് സാമ്പിളിൻ്റെ അകത്തുള്ളതാണ് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് ലൈറ്റിനെ. സാമ്പിളിൻ്റെ അകത്ത് അല്ലേ. സോൾവെൻറ്റിൻ്റെ അകത്ത് മോളിക്യൂൾ, അതായത് ഇപ്പോൾ സാമ്പിൾ പ്ലസ് സോൾവെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഒരു കുറേ, അതായത് സോൾവെൻറ്റിനെക്കാട്ടിലും കൂടുതലുണ്ടായിരിക്കും മോളിക്യൂളിൻ്റെ എണ്ണം. അപ്പം കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന ഏതിനകത്തായിരിക്കും? സാമ്പിളിൻ്റെ അകത്തായിരിക്കും. സോൾവെൻറ്റിൻ്റെ അകത്താകുമ്പം പുറത്തിറങ്ങി കഴിയുമ്പം ഇൻറ്റൻസിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും സാമ്പിളിനെക്കാട്ടിലും. ഇത് രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് ഗ്രാഫായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിക്കണം. അതായത് സാമ്പിള്, റേഡിയേഷൻ, മൊണോക്രോമേറ്റർ, സാമ്പിൾ ഹോൾഡർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ബീം സ്പ്ലിറ്റർ എന്നും കൂടെ ഉണ്ട്. രണ്ട് ഐഡൻറ്റിക്കൽ ലൈറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതിനാണ് ബീം സ്പ്ലിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിറ്റക്ടേഴ്സ്, റെക്കോർഡിംഗ് സിസ്റ്റം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. സാധാരണ ആപ്ലിക്കേഷൻ 2-3 എഴുതി വെക്കുക. അതായത് ലാംഡ മാക്സിമം കണ്ടുപിടിക്കുക, യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ പർട്ടിക്കുലർ കോമ്പൗണ്ട് യൂസിങ് ദ ലാംഡ മാക്സിമം വാല്യൂ. അതായത് ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു കോമ്പൗണ്ട് ഏതാണ് അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ടാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ലാംഡ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് ആ കോമ്പൗണ്ടിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രെഡിക്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അൺനോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അൺനോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇമ്പ്യൂരിറ്റീസ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്, എളുപ്പമുള്ള 3-4 ആപ്ലിക്കേഷനും കൂടെ പഠിച്ചു വയ്ക്കുക. ഇമ്പ്യൂരിറ്റീസ്, മോളിക്കുലാർ വെയിറ്റ്, അൺനോൺ കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ ഡിറ്റർമിൻ ദ പർട്ടിക്കുലർ കോമ്പൗണ്ട് യൂസിങ് ലാംഡ മാക്സിമം, അതും പഠിക്കാനുള്ളതേ ഉള്ളൂ. ഇനി അടുത്തത് എനർജി ലെവൽ ഡയഗ്രാം. നമുക്കിത് എക്സാമിന്
എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് പഠിച്ചതിൻ്റെ അകത്ത് ആദ്യമേ ഏതായിരുന്നു, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്താണെന്നുള്ളത് പഠിച്ചു. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, UV വിസിബിൾ റീജിയണിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ട്രാൻസിഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ അതിൻ്റെ അബ്സോർഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനർജിയെ റിലീസ് ചെയ്തുകൊണ്ട് നേരെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുന്നത്, അതായത് ഇലക്ട്രോണിക് എനർജി ലെവലായിരിക്കും അവിടെ ഉള്ളത്. നേരെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുന്നതിന് എന്താണ് നമ്മൾ പറയുന്നത്, എമിഷൻ സ്പെക്ട്ര എന്നും പറയുന്നു അല്ലേ. ഇനി അടുത്ത എന്തായിരുന്നു പറഞ്ഞത്, അബ്സോർഷൻ സ്പെക്ട്രം, അതായത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ. അതിന് മുമ്പായിട്ട് നമ്മൾ എന്തായിരുന്നു, ഇലക്ട്രോണിക് സ്പെക്ട്ര ആർ ബ്രോഡ് ഇൻ നേച്ചർ, അതായത് നേച്ചറിൽ ബ്രോഡായിട്ട് കാണപ്പെടാൻ കാരണം എന്താണ്, അതിൻ്റെ അകത്ത് ഏതൊക്കെയുള്ളത്, വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ ട്രാൻസിഷൻ. ഇത്രയും പോയിന്റ് എഴുതുക. ഈ ഒരു ഡയഗ്രാം, എനർജി ലെവൽ ഡയഗ്രാം കൂടെ വരച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷനകത്ത് നമുക്ക് ഉള്ള ട്രാൻസിഷൻ ഏതൊക്കെയാണ്, സാധാരണ കോമ്പൗണ്ടിൽ കാണുന്നത് σ2 σ*, π2 π*, n2 σ*, n2 π*. σ2 σ* എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടിൽ, π2 π* എന്ന് പറയുന്ന ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടിൽ, n2 σ*ഉം n2 π* വരുന്ന ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും വരണം. അതുപോലെ തന്നെ കാർബൺ, ഓക്സിജൻ, നൈട്രജൻ ഇത്രയും നോൺ ബോണ്ടിങ് ആയിട്ടുള്ള മോളിക്യൂളും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്തുണ്ടാവും, ട്രാൻസിഷൻസ് n2 π*, n2 σ*. ഇനി അതിൻ്റെ ആ ഡയഗ്രാം കൂടെ വരയ്ക്കുക. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഇതുപോലെ തന്നെ പഠിക്കണം. ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഈഥീൻ അല്ലെങ്കിൽ എത്തിലീൻ, ബ്യൂട്ടാഡൈൻ, 1,3 ബ്യൂട്ടാഡൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഹെക്സാട്രൈൻ ഉണ്ട്, പിന്നെ ബെൻസീൻ്റെ. ഈ 4 എനർജി ലെവൽ ഡയഗ്രാം മിക്കപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഏറ്റവും സിമ്പിളാണ്. അതായത് ഡബിൾ ബോണ്ടിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് ഇവിടെ എനർജിയുടെ കൊടുത്താൽ മതി. എനർജി ലെവൽ എത്ര എണ്ണം വരുന്നത്, ഒരു ഡബിൾ ബോണ്ടാണ് വരുന്നതെങ്കിൽ ഒരു എനർജി ലെവലേ വരുള്ളൂ, അത് π2 π* ട്രാൻസിഷനേ വരുള്ളൂ. അതുപോലെ മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ രീതിയിൽ എഴുതുമ്പോൾ നമുക്കതിനെ ψ1 ψ2 എന്നും കൂടെ എഴുതാം, ψ1 എന്നും കൂടെ എഴുതാം. ഓക്കെ. അപ്പം എഥിലീൻ, അതായത് എഥിലീൻ എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2, ഈഥീനാണ് എഥിലീൻ തന്നെ അല്ലേ, CH2 ഡബിൾ ബോണ്ട് CH2. ഇതിൻ്റെ അകത്ത് ഡബിൾ ബോണ്ടിൻ്റെ എണ്ണം എത്രയാണെന്ന് നോക്കുക. ഒരൊറ്റ ഡബിൾ ബോണ്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്ന ഒരൊറ്റ എനർജി ലെവലേ വരുള്ളൂ, π2 π* ട്രാൻസിഷൻ, π2 π* ട്രാൻസിഷൻ. ഇനി അടുത്ത ഇതിൻ്റെ അകത്ത് എഴുതാനുള്ളത് ഹോമോയും ലൂമോയും എഴുതുക. ഹോമോ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിൽ, അതായത് ഇതിൻ്റെ അകത്തായിരിക്കും ഇലക്ട്രോൺസ് എപ്പോഴും ഇരിക്കുന്നത്. താഴത്തെ സ്റ്റേറ്റിൽ സ്റ്റേബിളായിട്ടല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പോഴും താഴെ എനർജി കൊടുത്തു കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലിലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ അകത്തെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഏത് മാത്രമേ ഉള്ളൂ, π2 π* ട്രാൻസിഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഇങ്ങോട്ട് നോക്കിയേ, എഥിലീൻ ഹാസ് 2 π ഓർബിറ്റൽ, 1 ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് 1 ഏതാണ് 1 ബോണ്ടിങ് ഓർബിറ്റൽ ആൻഡ് പിന്നെ ഏതാ 1 എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻറ്റി ബോണ്ടിങ്, അതായത് π* ബോണ്ടിങ്. പിന്നെ അടുത്ത എന്താ പറഞ്ഞത്, വെൻ ദ മോളിക്യൂൾ അബ്സോർബ് ലൈറ്റ്, അതായത് ഇവിടുന്ന് ലൈറ്റ് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എക്സൈറ്റഡ് ഫ്രം ഇസ്റ്റ് ഹയസ്റ്റ് എന്ന് പറയുന്നത് HOMO ഹയസ്റ്റ് മോളിക്കുലാർ ഓർബിറ്റൽ. ഹോമോയിൽ നിന്ന് ഏതിലോട്ടാണ് പോകുന്നത്, ലൂമോ എന്ന് പറയുന്ന ഏതാ, ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ്, അവിടെ ഇലക്ട്രോൺസ് ഒന്നുമില്ല, അതായത് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ ലൈറ്റ് അബ്സോർബ് ഇറ്റ്സ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് അല്ലേ. ഇവിടെ എങ്ങനെയായിരിക്കും വേവ് ലെങ്ത് വരുന്നത്, ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആയിരിക്കും അല്ലേ വരുന്നത്. അതുപോലെ ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, എനർജി ഗ്യാപ്പ് എന്ന് ΔE എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടിൻ്റെ എണ്ണം കൂടുന്ന അനുസരിച്ച് ഈ ΔE എന്ന് പറയുന്നത് കുറയും. അതായത് കോൺജുഗേഷൻ കൂടുന്ന അനുസരിച്ചിട്ട് എനർജി ഡിഫറൻസ് കുറയും, അതുപോലെ അതിൻ്റെ ലാംഡ മാക്സിമം കൂടുകയും ചെയ്യും. ഓർത്തോണേ, അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഡബിൾ ബോണ്ടിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ എനർജി ഗ്യാപ്പ് കുറയും, അതുപോലെ തന്നെ ലാംഡ മാക്സിമം
കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇത് എഥിലീൻ്റെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ബ്യൂട്ടാഡൈൻ. ബ്യൂട്ടാഡൈൻ എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റം. ബ്യൂട്ട എന്ന് പറയുന്നത് 4 കാർബൺ ആറ്റം. നമുക്ക് പഠിക്കാനുള്ളത് 1,3 ബ്യൂട്ടാഡൈൻ. ഒന്നാമത്തെ പൊസിഷനിലും 3ാമത്തെ പൊസിഷനിലും ഡബിൾ ബോണ്ട് വരുന്ന ബ്യൂട്ടാഡൈൻ്റെ ആണ് പഠിക്കുന്നത്. CH2 CH സിംഗിൾ ബോണ്ട് CH2 അല്ലേ? ഇതിൻ്റെ അകത്ത് ബാലൻസ് എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേനും എങ്ങനെയാണ്, എത്ര ബോണ്ട് വരുന്നുണ്ട്, എത്ര ഡബിൾ ബോണ്ട് വരുന്നുണ്ട്? 2 ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. നമ്മൾ ഈ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ സിംഗിൾ ബോണ്ടിൻ്റെയും, അതായത് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷനും ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ എങ്കിൽ നമ്മളത് വരയ്ക്കാറില്ല. പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ മാത്രമേ ഉള്ളൂ. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്, വരയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കിനും 2 ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പം 2 ഡബിൾ ബോണ്ട് 1 2 അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എത്ര എനർജി ലെവൽ ഉണ്ടാകും? 2 എനർജി ലെവൽ ഉണ്ടാകും. 2 എനർജി ലെവൽ എന്ന് പറയുമ്പോൾ π1 π2. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് π1 സ്റ്റാർ π2 സ്റ്റാർ. ഓക്കെ, ഇവിടെ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ഇത് നോക്കി തന്നെ പറയാം. ഓക്കെ, അതായത് π1 π2, π1 സ്റ്റാർ π2 സ്റ്റാർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്തെ ട്രാൻസിഷൻ, അതായത് എപ്പോഴും ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എവിടെ മാത്രമേ ഇരിക്കത്തുള്ളൂ? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ, ഓവർ എനർജി ലെവലിലേ ഉള്ളൂ എന്തിരിക്കത്തുള്ളൂ? ഇലക്ട്രോൺസ് ഇരിക്കത്തുള്ളൂ. അതാണ് ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ ട്രാൻസിഷൻ നടക്കാമെന്ന് പറയുന്നത് π2, അതായത് ഈ ട്രാൻസിഷൻ π2 π1 സ്റ്റാർ ട്രാൻസിഷൻ മാത്രമേ ഇതിൻ്റെ അകത്ത് നടക്കത്തുള്ളൂ അല്ലേ? ഇതിനകത്ത് നടക്കുന്ന π2 ടു π1 സ്റ്റാർ ആൻറ്റിബോണ്ടിങ് ട്രാൻസിഷൻ മാത്രമേ നടക്കത്തുള്ളൂ. അതിനകത്ത് നമ്മൾ എക്സ്ട്രാ എനർജി വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ π1 ടു π1 സ്റ്റാർ, അതുപോലെ തന്നെ π1 ടു π2 സ്റ്റാർ ഒക്കെ വരുന്നത്. സാധാരണഗതിയിൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരുന്നത്? π2 ടു π1 സ്റ്റാർ. ഇതിൻ്റെ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എഥിലീൻ, അതായത് നമ്മൾ ആദ്യം പഠിച്ച ഈഥീൻ, 1 ഡബിൾ ബോണ്ടുള്ള ഈഥീനെക്കാട്ടിലും കുറവായിരിക്കും എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്. അതേസമയം ഈഥീനെക്കാട്ടിലും ലാംഡ മാക്സിമം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആർക്ക്? 1,3 ബ്യൂട്ടാഡൈന് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വായിച്ചും കൂടെ തരുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. നോക്കിയേ, ബ്യൂട്ടാഡൈൻ ഹാസ് 4 പൈ ഇലക്ട്രോൺസ് അല്ലേ? ആൻഡ് ഹാസ് 4 പൈ ഓർബിറ്റൽസ് അല്ലേ? 2 ബോണ്ടിങ് ആൻഡ് 2 ആൻറ്റി ബോണ്ടിങ്. π1ഉം π2 ബോണ്ടിങ്, π1 സ്റ്റാറും π2 സ്റ്റാറും ആൻറ്റി ബോണ്ടിങ്. നോക്കിയേ, അത് തന്നെയാണ് π1 ആൻഡ് π2 ബോണ്ടിങ്, അതുപോലെ തന്നെ π1 സ്റ്റാർ π2 സ്റ്റാർ ആൻറ്റി ബോണ്ടിങ്. ഇനി ദ π1 ഓർബിറ്റൽ ബ്യൂട്ടാഡൈൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ പൈ ഓർബിറ്റൽസ് ഓഫ് എഥിലീൻ ബിക്കോസ് ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ്സ് ഇൻ π1 ഓർബിറ്റൽസ് ഓഫ് ബ്യൂട്ടാഡൈൻ ഈസ് സ്പ്രെഡ് ഓവർ ദ 4 കാർബൺ ആറ്റം. ആ സെൻറ്റൻസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടം വരെ പഠിക്കുക. അതുപോലെ തന്നെ ഓൺ അബ്സോർബിങ് എനർജി അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ജംപ്സ് ഫ്രം π2 ടു, അതായത് π2 ബോണ്ടിങ് ടു ഏതാണ്? π1 സ്റ്റാർ ആൻറ്റി ബോണ്ടിങ്, ഹോമോ ടു ലൂമോ. Since the energy difference is π2 to π1 star, the butadiene is less as compared to π to π star അല്ലേ? ഇൻ എഥിലിൻ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ആരെക്കാട്ടിലും? എഥിലിനെക്കാട്ടിലും കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്യൂട്ടാഡൈൻ അബ്സോർബ് അറ്റ് ലോങ്ങർ വേവ് ലെങ്ത്, അത് ലാംഡ മാക്സിമം എന്ന് പറയുന്നത് കൂടുതലുമായിരിക്കും. ഹെൻസ് ദ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് പൈ ഓർബിറ്റൽസ് ലോവർ വിൽ ബി ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവർ ദ എനർജി ഡിഫറൻസ് അല്ലേ? അതായത് നമുക്ക് ഇത് കൂടുന്നതനുസരിച്ച്, അതായത് ഡബിൾ ബോണ്ടിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് എനർജി ഡിഫറൻസ് കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ ചോദിക്കാം കേട്ടോ. ഇത് അതിനെ ഒന്ന് സ്കെലിട്ടനായിട്ട് എഴുതിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ സ്കെലിട്ടൻ ഫോമിലുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്ന ബ്യൂട്ടാഡൈൻ്റെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെക്സാട്രൈൻ എന്ന് പറയുന്നത്, ഹെക്സ എന്ന് പറയുന്നത് എത്ര ഇത് വരുന്നുണ്ട്? കാർബൺ ആറ്റം വരുന്നുണ്ടോ? 1 2 3 4 5 6
6 കാർബൺ ആറ്റം വരുന്നുണ്ട്. ഇത് അതിൻ്റെ സ്കെലിട്ടൺ ഫോമാണ് കൊടുത്തിരിക്കുന്നത്. ഈ 6 കാർബൺ ആറ്റം 1 2 3 4 5 6, അതായത് 1ാമത്തെയും 3ാമത്തെയും 5ാമത്തെയും പൊസിഷനിൽ എന്താണ് വരുന്നത്? ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫോമൊന്നും എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതിൻ്റെ അകത്ത് എത്ര ഇതുണ്ടെന്ന് നോക്കുക, എത്ര ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് നോക്കുക. 3 ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ 3 ബോണ്ടിങ് വരും, അതുപോലെ തന്നെ 3 ആൻറ്റി ബോണ്ടിങ്ങും വരും. ഓക്കെ, π1 π2 π3, അതുപോലെ തന്നെ π1 സ്റ്റാർ π1 സ്റ്റാർ π2 സ്റ്റാർ π2 സ്റ്റാർ π3 സ്റ്റാർ. ഈ താഴെ എഴുതിയേക്കുന്ന പോലെ തന്നെ π3 സ്റ്റാർ. ഓക്കെ, π1 സ്റ്റാർ π2 സ്റ്റാർ π3 സ്റ്റാർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ അനുസരിച്ച് നമുക്ക് ഇവിടെ എങ്ങനെ എടുക്കാം? ψ1 ψ2 ψ3 ψ4 ψ5 ψ6, അതായത് ψ1 എന്ന് കൊടുക്കുക, ψ1 ψ2 ψ3 ψ4 ψ5 ψ6 എന്ന് കൊടുക്കുക. അങ്ങനെ എഴുതിയാലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. നേരത്തേനകത്താണെങ്കിൽ ψ1 ψ2 ψ3 ψ4 ഇത്ര എഴുതുക. അതായത് ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ബോണ്ടിങ്ങിൻ്റെ അകത്ത് എത്ര ഇടം വരുന്നുണ്ട്? π1 π2 π3 എല്ലാം ബോണ്ടിങ് ആണ്. അതുപോലെ തന്നെ അത് ഹോമോയാണ്. ഇത്രയേ ഉള്ളൂ ഈ സെൻറ്റൻസിൽ എഴുതി വെച്ചിട്ടുള്ളൂ, ഹോമോയാണ്. ഇതെല്ലാം ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലാണ്. നമ്മൾ എനർജി കൊടുത്തു കഴിയുമ്പോൾ എവിടെ നിന്നേ കാണുള്ളൂ? π3യിൽ നിന്ന് മാത്രമേ ട്രാൻസിഷൻ നടക്കത്തുള്ളൂ. ഏതിലോട്ട്? π1 സ്റ്റാറിലോട്ട് മാത്രമേ ട്രാൻസിഷൻ നടക്കത്തുള്ളൂ. അതിൻ്റെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ആരെക്കാട്ടിലും? എതിലിനെക്കാട്ടിലും 1,3 ബ്യൂട്ടാഡൈനിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പം പക്ഷേ അതിൻ്റെ വേവ് ലെങ്ത് ലാംഡ മാക്സിമം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അല്ലേ? ഇനി സെൻറ്റൻസ് ഒന്ന് വായിക്കാം. നോക്കേ, ഇൻ ദ കേസ് ഓഫ് ഹെക്സാട്രൈൻ ദർ ആർ 6 pi ഇലക്ട്രോൺസ് ആൻഡ് എന്താണ് ബോണ്ടിങ്ങിൽ 6 pi ഇലക്ട്രോൺ ഓർബിറ്റൽസ്, അല്ലേ? ദീസ് ബോണ്ടിങ് പൈ ആൻഡ് 3 pi ബോണ്ടിങ്ങും 3 ആൻറ്റി ബോണ്ടിങ്. ഇത്രേ ഉള്ളൂ. 3 pi ബോണ്ടിങ് എന്ന് പറയുന്നത് 3 ഹോമോയും 3 ലൂമോയും. ഓൺ ദ അബ്സോർപ്ഷൻ ഓഫ് എനർജി ഓഫ് ഇലക്ട്രോൺ, ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എനർജി അബ്സോർവ് ചെയ്യുമ്പോൾ പൈയിൽ നിന്ന് പൈ സ്റ്റാർ, ഹോമോയിൽ നിന്ന് ലൂമോയിലോട്ട് ഇത് നടക്കുന്നുണ്ടോ? ഏതാ ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അതായത് π3 ടു π1 സ്റ്റാറിലോട്ടാണ് അവിടെ എനർജി ട്രാൻസിഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽസ് ലൂമോ ഈസ് ലെസ് ഡ്യൂ ടു മോർ കോൺജുഗേഷൻ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയേ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ബെൻസീൻ്റെ ഇതുപോലെ തന്നെയാണ് വരുന്നത്. ബെൻസീൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ബെൻസീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ഈ രീതിയിലാണ് വരുന്നത്, അല്ലേ? ബെൻസീൻ്റെ സ്ട്രക്ചറിൻ്റെ അകത്ത് നമുക്ക് ഈ രീതിയിലാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് 2 എണ്ണത്തിന് ഒരേ എനർജിയാണ് വരുന്നത്. ഇത് നമുക്ക് ψ1ൻ്റെ ഫോമിൽ എഴുതുകയാണ്. ψ1 ψ2 ψ3 ψ4 ψ5 ψ6. അപ്പോൾ ഇതിനകത്ത് ψ1 ψ2 ψ3 എന്ന് പറയുന്ന ബോണ്ടിങ് ആണ്. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിലാണ്. അടുത്തത് ψ4 ψ5 ψ6 എന്ന് പറയുന്ന ആൻറ്റി ബോണ്ടിങ്ങാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന എനർജി ഈ 2 എണ്ണത്തിന് ψ3ക്കും ψ2നും ഒരേ എനർജി ലെവലാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ഈ ആൻറ്റി ബോണ്ടിങ്ങിലോട്ട് ഒരു ട്രാൻസിഷൻ കാണും. അത്രയേ ഉള്ളൂ വരുന്നുള്ളൂ, കേട്ടോ. മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് ബെൻസീൻ്റെ അകത്ത് ഈ ψ3യിൽ നിന്ന് ψ5ലോട്ട് അല്ലെങ്കിൽ ψ2വിൽ നിന്ന് ψ4ലോട്ട് എനർജി അബ്സോർബ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? എനർജി അബ്സോർബ് ചെയ്യുന്നതനുസരിച്ചിട്ട് മോളിക്കൂള് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന്, അതായത് ψ2വിൽ നിന്നോ ψ3ലോട്ടോ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. അതേസമയം ഇതിൻ്റെ അകത്ത് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ലാംഡ മാക്സിമം എന്ന് പറയുന്നത് ബാക്കിയുള്ളതിനെക്കാട്ടിലും കൂടുതലാണ് വരുന്നത്. എനർജി ഗ്യാപ്പ് കുറവല്ലേ വരുന്നത്? എനർജി ഗ്യാപ്പ് കുറവാണ് വരുന്നത്. അപ്പോൾ ലാംഡ മാക്സിമം കൂടുതലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്നൊക്കെ പഠിച്ചു? UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി പഠിച്ചു, അതിൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചു, എനർജി ലെവൽ ഡയഗ്രം ഇപ്പോൾ പഠിച്ചു. അതിന് മുമ്പ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി പഠിച്ചതിന് ശേഷം അടുത്ത നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് സ്പെക്ട്ര ബ്രോഡ് ഇൻ നേച്ചർ പഠിച്ചു. ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ പഠിച്ചു. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ,
അതിൻ്റെ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് എന്താണെന്നുള്ള പഠിച്ചു, ആപ്ലിക്കേഷൻ പഠിച്ചു, എനർജി ലെവൽ ഡയഗ്രം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതേ സെൻറ്റൻസ് തന്നെ, അതായത് നമുക്ക് ഇത്രയേ ഉള്ളൂ, ഈ പടം നോക്കിയിട്ട് ഈ പടത്തിൽ നിന്ന് എഴുതിയാൽ മതി. അതായത് π1 π2 π3 എന്ന് പറയുന്നത് ബോണ്ടിങ് ആണ്, ഹോമോയാണ്. അതിൻ്റെ അകത്താണ് ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. നേരെ അത് ട്രാൻസിഷൻ നടക്കുന്ന ലൂമോയിലോട്ടായിരിക്കും. അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിലാണ്. അത് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ നടക്കുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമേ നടക്കത്തുള്ളൂ. π3 to π സ്റ്റാർ ട്രാൻസിഷൻ മാത്രമേ നടക്കത്തുള്ളൂ. അതുപോലെ എനർജി ഗ്യാപ്പ് കുറയുന്നതനുസരിച്ച് ലാംഡ മാക്സിമം കൂടുന്നു എന്നും കൂടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.